ശ്രീ ഷാനിസ്കറിയ, ഈ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലും ഒഡീഷയിലുമൊക്കെ ഇതേ മുന്നറിയിപ്പ് നൽകിയെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവർ അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ മാത്രം ഇങ്ങനെ ഗുരുതരമായ കൃത്യവിലോപങ്ങൾ എല്ലാ മേഖലകളിലും എന്ന പോലെ ദുരന്ത സാധ്യത പഠന റിപ്പോർട്ടുകളിൽ പോലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മുമ്പ് എനിക്കൊന്ന് ഹസ്കർ പറഞ്ഞ മാതിരി കാലാവസ്ഥ മുന്നറിയിപ്പ് അടക്കം നമുക്കിങ്ങനെ പല മുന്നറിയിപ്പുകളും നൽകാറുണ്ടെങ്കിലും നമ്മളിതുവരെ ഇത്തരം ഒരു ദുരന്തത്തെ ആ മുന്നറിയിപ്പ് നൽകിയതുപോലെ അഭിമുഖീകരിച്ചിട്ടില്ല. അതൊരു ഗൗരവമേറിയ വിഷയം. ഇതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു, പലപ്പോഴും റെഡ് അലേർട്ട് പറയാറുണ്ട്, ഭൂകമ്പം ഉണ്ടെന്ന് പറയാറുണ്ട്. ഇതൊന്നും അതേപടി സംഭവിക്കാത്തത് കൊണ്ട് ജനം സംഭവിക്കത്തില്ല എന്ന് കരുതുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായി ഇപ്പോൾ ഈ റിപ്പോർട്ട് 4 വർഷം മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഇതുവരെ ജനം ടി വി പുറത്തുവിടുന്നത് വരെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അവിടെ അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇത്രയും ഗൗരവമേറിയ റിപ്പോർട്ട് ആരും എന്തുകൊണ്ട് അറിയാതെ പോയി? ഈ റിപ്പോർട്ട് സർക്കാർ എന്തുകൊണ്ട് ജനങ്ങളെ അറിയിച്ചില്ല? മാധ്യമങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? ഈ റിപ്പോർട്ട് ഒരു ചർച്ചയായിരുന്നെങ്കിൽ, ഇവിടെ ഇതാ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് പറഞ്ഞിരുന്നെങ്കിൽ, ചർച്ചയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നടപടി ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതിനൊന്നും എല്ലായിടത്തും ഒരു ജാഗ്രത കുറവുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുള്ള ജാഗ്രത കുറവ് പോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയൊരു ജാഗ്രത കുറവ്. നമ്മൾ ഇതിനെയൊക്കെ തമാശയാക്കരുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് പോലെ ഇങ്ങനെ സർക്കാർ ഓരോന്ന് പറയുന്നു, അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കില്ല എന്ന നമ്മുടെ ശുഭാപ്തി വിശ്വാസമാണ് വിഷയം. അപ്പോൾ ഇനി ഒരു പക്ഷേ മാറ്റം വന്നെന്ന് വരാം. അപ്പം ഞാൻ പറഞ്ഞിപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ടിനേക്കാൾ കൗതുകമുണർത്തുന്നതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കുകയാണെങ്കിൽ ഇടുക്കിയിലെയും അല്ലെങ്കിൽ വയനാട്ടിലെയും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലെയും ഭൂരിപക്ഷം ജനങ്ങൾ മാറി താമസിക്കേണ്ടി വരും. അവിടെയൊക്കെ പലയിടങ്ങളിലും ഈ പറയുന്ന ഭൂകമ്പ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയുമുണ്ട്. അതേസമയം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നുമില്ല. നമ്മൾ പറയുന്നത് 139 വർഷമായി മുല്ലപ്പെരിയാർ. അവിടെ ഒരു അവിടെ ഈ പറയുന്ന മേഘവിസ്ഫോടനം ഉണ്ടായാൽ 2 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ അവിടെ വലിയ ഉരുൾപൊട്ടലുണ്ടാവാം. ആ ഉരുൾപൊട്ടലുണ്ടായാൽ നമ്മൾ കണ്ടു ഒരു ലോറി, ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ ആണ്, ഈ ഉരുൾപൊട്ടലിൽപ്പെട്ട ഒരു ലോറി ഒരു പന്ത് പോലെ എല്ലാം കൂടി ചുരുണ്ട് കൂടിപ്പോയി. അപ്പോൾ എത്ര പവർഫുള്ളായിട്ടായിരുന്നു ആ ഉരുൾപൊട്ടി വന്നതെന്ന് ഓർക്കുക. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ വാസ്തവത്തിൽ അത്തരം ഗൗരവമായി മുല്ലപ്പെരിയാറിൽ ഇതിനെപ്പോലെ പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം UN തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ. റൂർക്കല IIT അടക്കമുള്ളവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ളവർ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച അണക്കെട്ടാണെന്ന്. അപ്പം ഇതുപോലുള്ള വിഷയങ്ങളിൽ പോലും ഒരു അനക്കമുണ്ടാവുകയോ ആ ജനങ്ങൾ അതേസമയം അവിടെ ജനങ്ങൾ മാറാൻ തയ്യാറാ, ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ മാറാൻ തയ്യാറാ. പക്ഷെ അവർക്ക് വഴി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് തടയുന്നതിന് വേണ്ടി അണക്കെട്ട് പൊളിച്ചു പണിയണം, അല്ലെങ്കിൽ ഇതിനൊന്നും നമ്മൾ അതായത് ഇത് നമ്മുടെ പൊതുമനോഭാവത്തിൻ്റെ വിഷയമാണ്. ഞാൻ കേവലം ഇതൊരു സർക്കാരിനെതിരായ ഒരു വിഷയമേ കരുതുന്നില്ല. നമ്മുടെ പൊതുമനോഭാവത്തിൻ്റെ വിഷയമാണ്. ഇങ്ങനെ ഒരു വശത്ത് മുന്നറിയിപ്പുകളുണ്ടാവും, പഠന റിപ്പോർട്ടുകളുണ്ടാവും, മറുവശത്ത് മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആദ്യമായി മുന്നറിയിപ്പ് പോലെ സംഭവിച്ചത്. ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടാവുന്ന പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലുണ്ടാവുന്ന സ്ഥലങ്ങൾക്കൊക്കെ ചില സ്വഭാവവിശേഷങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ എല്ലാ സ്ഥലങ്ങളും, നമ്മളിപ്പോൾ കൂട്ടിക്കലാണെങ്കിലും ഏന്തയാറാണെങ്കിലും കൊക്കയാറാണെങ്കിലും പട്ടിമല, ഇവിടെയെല്ലാം ഉരുൾപൊട്ടലുണ്ടാകും. അതിൻ്റെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. ഇപ്പം ഇടുക്കി ജില്ലയിൽ നമ്മൾ അടിമാലിയിലേക്ക് പോകുന്ന വഴിക്ക് നാഷണൽ ഹൈവേയിലെ സ്ഥിരമായി മണ്ണിടിച്ചിലുണ്ടാവാറുണ്ട്. അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പദ്ധതി ഉണ്ടാക്കുകയും അവർക്ക് അവിടെയുള്ളത് കൊടുക്കുകയും ചെയ്യണം. അതായത് അവരവിടെ താമസിക്കുമ്പോൾ അവർക്ക് സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണം. ജനങ്ങളുടെ സഹായം അവിടെ വാങ്ങണം. സർക്കാരിൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ NGOകളെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ജനങ്ങളും NGOസും സർക്കാരും തമ്മിൽ സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ പരിഹാരം ഉണ്ടാകൂ. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ മാറി താമസിപ്പിക്കും. എങ്ങോട്ട് മാറി താമസിക്കും? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സർക്കാരിനെ ഒരു പദ്ധതിയില്ല, വിഷനില്ല, മാറി പറപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അതാണ്. നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായി താമസിക്കാൻ, മാന്യമായി തൊഴിൽ ചെയ്യാൻ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ കടലിൻ്റെ കടത്തം വരുന്നു, അവരെ അപ്പം തന്നെ മാറ്റി ഫ്ലാറ്റിലേക്ക് മാറ്റുക പാടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിച്ചേ ജീവിക്കാൻ പറ്റൂ. ആ സൗകര്യമുള്ളിടത്തേക്ക് മാറ്റണം. അല്ലെങ്കിൽ ആദിവാസികളെ കാട്ടിൽ നിന്നിറക്കി നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ താമസിച്ചാൽ പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിൽ പഠനം നടത്തി ദീർഘകാലത്തോടു കൂടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു പുനരധിവാസം നടത്താതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. ജനം ഇറങ്ങിപ്പോവില്ല.
ജനം കോടതിയിൽ പോകും, ജനം പറയും എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഞാനിവിടെ താമസിക്കും. കാരണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന പല സ്ഥലങ്ങളും 50 കൊല്ലവും 100 കൊല്ലമായിട്ട് പദ്ധതി നടന്നിട്ടില്ല. അങ്ങനെ സർക്കാരിൻ്റെ പരിപാടികളൊക്കെ ജനങ്ങൾ വില കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗം മാത്രമാണ് ഇത്. സർക്കാർ എന്താ ചെയ്യുന്നത്? നാളെ വിമർശനം ഉണ്ടാവാതിരിക്കാൻ പേരിന് വേണ്ടി ഒരു മുന്നറിയിപ്പ് കൊടുക്കും. അവരും ഗൗരവമായി കാണുന്നില്ല. അപ്പം ഇത് വലിയ സമഗ്രമായ വിഷയമാണ്. അത് സർക്കാരും NGOസും ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്ന് വേണം ഇതിന് പരിഹാരമുണ്ടാക്കാൻ. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട എന്തായാലും അപകടം ഉണ്ടായി, ആളുകൾ കുറേ പേര് മരിച്ചുപോയി. അവരിൽ പകുതി പേരുടെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, 1/3 പേരെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനി അവശേഷിക്കുന്ന മനുഷ്യരെ ഈ സ്കൂളിൽ നിന്നും അവർക്ക് മാന്യമായ ഒരു പാർപ്പിടത്തിലേക്ക് മാറ്റാനും അവർക്ക് ഈ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ട്രോമയിൽ നിന്ന് മാറ്റമുണ്ടാകാനും അവർക്ക് തൊഴിൽ സാഹചര്യം ഉണ്ടാവാനും അവർക്ക് വീട് പണിയാനും ഒക്കെയുള്ള ഒരു വലിയ കൂട്ടുത്തരവാദിത്വം നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് സമയം അതിക്രമിച്ചിരിക്കുന്ന അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.